ഞങ്ങൾക്ക് ടൂർണമെന്റിന് ഒരു ഇത് തരണം. എക്സലൻസിലെ എല്ലാ ഗാങ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു പബ്ജി ടൂർണമെന്റ് നടത്താൻ പോവാം. എല്ലാ ഗാങ്സിനും ഓരോ സ്ലോട്ട് വെച്ച് ടിവിക്ക് 2 സ്ലോട്ട് ഉണ്ടാവും. നമ്മള് എല്ലാവർക്കും എന്നാ സ്പോൺസർ ഈഗിൾ ഗെയിമിംഗ്. ഓ ഞാൻ നടത്തിക്കോളാം, ഞാൻ വർക്ക് ചെയ്തോളാം. പിന്നല്ല നമ്മൾ ഒരു ഇല്ല അല്ല ബാബാ 2 lakhs പറ്റൂല, നമുക്കൊരു 1 ലക്ഷം രൂപ. അതല്ല പബ്ജി ടൂർണമെന്റ്, പബ്ജി പി സി ഇല്ല പബ്ജി പി സി ടൂർണമെന്റ് നമുക്ക് 1 ലക്ഷം രൂപ ടോട്ടൽ പ്രൈസ് പൂള്. അത് ഞാൻ കൊടുത്തോളാം. ബാക്കി ടീംസ് എല്ലാം നമ്മുടെ അകത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്ന എല്ലാ ഗാങ്സിനും ഒരു സ്ലോട്ട് ഇട്ട് കളിക്കാം. 2 ദിവസം മാച്ച്, 2 ദിവസം ക്വാളിഫയേഴ്സ്. ആദ്യത്തെ 18 ടീം ഒരു ദിവസം 3 മാച്ച് വെച്ച്. അതിൽ നിന്ന് സെലക്ട് ആവുന്ന ടോപ്പ് 9 നിൽക്കുന്ന ടീമില് ഫൈനൽസിലോട്ട് പോവാം. ഗ്രൂപ്പ് ബിന്ന് 18 ടീം, അതിൽ ടോപ്പിൽ നിൽക്കുന്ന 3 മാച്ച് കഴിയുമ്പോൾ ടോപ്പിൽ നിൽക്കുന്ന 9 ടീം ആദ്യത്തെ ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലും 9 ടീം കൂടെ ഫൈനൽസ് 3-ാമത്തെ ദിവസം. ജയിക്കുന്ന ടീമിന് 50,000 60,000 അതനുസരിച്ച് കൊടുക്കുക. സെക്കൻഡ് അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ടോട്ടൽ പ്രൈസ് ഫുൾ 1 ലക്ഷം. റെഡി അല്ലേ? അവര് പബ്ജി കളിക്കട്ടെ, നമ്മള് സഡൻ ആയിട്ട് നടത്തുമല്ലേ. ഇന്ന് അടുത്ത ദിവസം നടത്തും. ഞാൻ ചന്ദ്രന്റെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് നേരെ നടത്താം. സമയമൊന്നും കൊടുക്കുന്നില്ല. ഗ്രൈൻഡ് അവര് വേണമെങ്കിൽ ഇപ്പൊ ഗ്രൈൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അത് ഒരു 3 ദിവസത്തിൽ തീർക്കാം. 3 ദിവസം ഒരു ദിവസം 3 അല്ലെങ്കിൽ 4 മാച്ച് വെച്ച് പോയിന്റ് എടുത്തിട്ട് ക്വാളിഫയർ 1 ക്വാളിഫയർ 2 ഫൈനൽസ് അങ്ങനെ നടത്തും. അപ്പൊ സർവറായിട്ട് സംസാരിച്ചു, ഡിസ്കഷൻ ഡീൽ കഴിഞ്ഞു, ഡീൽ ക്ലോസ്ഡ്. ഇനി അടുത്ത വർഷം എന്ത് എന്നാ 12-ാം തീയതി അങ്ങനെ സംഭവങ്ങളുണ്ടല്ലേ. നമുക്ക് അതിന്റെ ഇടയ്ക്ക് നടത്താം, കുഴപ്പമില്ല. നോക്കാം, നമുക്ക് സെറ്റാക്കാം. ഞാൻ കളിക്കുന്നില്ല, ഞാൻ സ്പെക്ക് ചെയ്തുള്ളൂ. കുണ്ണ അതെടുത്തിട്ട് ഇട്ടോണ്ടിരുന്ന ഞാൻ ഞാൻ ഹോസ്റ്റലിൽ ഇരിക്കത്തുള്ളൂ. ഞാൻ ഹോസ്റ്റാണ്. ഞാൻ ഇവിടെ ടീം കോച്ച് ഇറക്കിക്കോളും. കോച്ചിന്റെ ഒരു ടീമും പിന്നെ ടി വി ഒരു ടീം കൂടെ ഇറക്കാം. കണ്ണാപ്പി ഒന്നുണ്ടല്ലോ ഇവര്. അത് കളിക്കണ്ട. അത് പ്ലേ സ്റ്റേഷൻ കിട്ടാനാണ് ലാസ്റ്റ് ആ ഗെയിം ഓപ്പൺ ചെയ്തത്. അത് പിന്നെ നീ ഓപ്പൺ ആക്കിയിട്ടില്ല, നീ കളിച്ചിട്ടുമില്ല, അതിന് നീ കളിക്കണ്ട. നമ്മളിപ്പോ വീണ്ടും തുടങ്ങുക. നീ തുടങ്ങിക്കോ. ഞാൻ കളിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, നമുക്ക് 2 ടീം ഇറക്കാം. അല്ലെങ്കിൽ അതാ ഭയങ്കര അൺഫെയർ ആയി. ഒത്തിരി സ്ലോട്ട്, പിന്നെ 30 സ്ലോട്ട് ഞാൻ ടി വിക്ക് മാത്രം തരാം. അത് നല്ലൊരു കാര്യമില്ല, നല്ല തീരുമാനം. ഇത് കോച്ച് മാക്സിമം ഇത് ഗ്രൈൻഡ് ചെയ്ത് എന്നെ കൊണ്ട് തന്നെ തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ 1 ലക്ഷം രൂപ ഇറക്കാന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഫസ്റ്റ് പ്രൈസ് കോച്ച് എന്നെ കൊണ്ട് ഒരു 60,000 രൂപ എന്നെ കൊണ്ട് തരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ബാക്കി 40,000 രൂപയാണ് ഫുൾ ഇതിന്റെ എക്സ്പെൻസ് ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ. അതുകൊണ്ടാണ് അത്രയും ഇതായിട്ട് 1 ലക്ഷം രൂപ അത് കോച്ച് എഴുതി വെച്ച് അത് കൊണ്ട് തരണോ അതിന്റെ സത്യം. ഇവിടെ ഹോസ്റ്റല്ലേ പിന്നെ അണ്ടിക്കോയ അത് നമ്മക്കറിയാലോ. അതാണ് നമ്മള് പറഞ്ഞത്. നമ്മള് ഒറ്റ റൂളേ വെക്കുന്നുള്ളൂ, ഗ്യാങ്ങിൽ ആക്റ്റീവായിട്ട് കളിക്കുന്ന ആൾക്കാരായിരിക്കണം. നമ്മൾ ഓരോ ഗ്യാങ് സ്ലോട്ടിലും ഗ്യാങ്ങിൽ കളിക്കുന്നവർ മാത്രമേ കളിക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ എക്സലൻസിൽ 30 ഗ്യാങ് ഉണ്ടാവൂലേ? 30 ഗ്യാങ് ഉണ്ടല്ലേ? നമുക്ക് മൊത്തം സ്ലോട്ട് നമുക്ക് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബിയിലോട്ട് മൊത്തം നമുക്ക് മാക്സിമം 18 ടീമല്ലേ കോച്ച് ഒരു മാച്ചിൽ ഇടാൻ പറ്റണേ? അല്ല 15 30 സ്ലോട്ട് കൊടുക്കാം. ചില അത് പറ കേക്ക് 2 സ്ലോട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അവ കേക്ക് കൂടെ ചേർത്ത് കേക്ക് 2 സ്ലോട്ട് ടിവിക്ക് 2 സ്ലോട്ട്. അത് ഞാൻ ഓർത്തില്ല കേട്ടോ. അപ്പൊ അവൻ അവിടെയൊക്കെ എത്തിയത് ഞാൻ കുറച്ച് ലേറ്റ് ആണ് എനിക്ക് പിടികിട്ടിയത്. അതെ എല്ലാവർക്കും കൊടുക്കാം. സെർവർ ഓർഡർ ഉറപ്പായിട്ടും
ഞാൻ അത്ര ചിന്തിച്ചില്ല എന്റെ മിസ്റ്റേക്കാണ് കേട്ടോ. കൊടുക്കാം കഴിച്ച എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും അവർക്ക് അത്യാവശ്യം ഉള്ള എല്ലാവർക്കും നല്ല സ്ലോട്ട് കൊടുക്കാം. അല്ല എത്ര ഗ്യാങ്സ് ഇപ്പൊ കറന്റ് സിറ്റിയിലുണ്ട് ബ്രോ? ഇപ്പോ 32 എൻട്രി ഫീ ഒന്നും ഇല്ലല്ലോ. എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ സ്ലോട്ട്. പിന്നെ എൻട്രി ഫീ ഒന്നും മേടിച്ച് നടത്താൻ ഞാൻ അത്ര കൽപ്പനൊന്നും അല്ല പോടാ. എൻട്രി ഫീ പൈസ നമുക്കാണെങ്കിൽ ഒരു മോസ്റ്റ് കില്ലിനെ കൊടുക്കാം. എൻട്രി ഫീ വേണ്ട ബ്രോ, നമുക്ക് ആദ്യത്തെ അല്ലേ, നമുക്ക് ഇനിയൊക്കെ അടുത്തൊക്കെ വെക്കുമ്പോ നോക്കാം. ഇതിപ്പോ നമ്മുടെ സൈഡിൽ നമുക്ക് ചെയ്യാം. 1 lakh പ്രൈസ് പൂള് ഫസ്റ്റ് 50,000 MVP നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം, അത് സെറ്റ് ചെയ്യാം. അത് കോച്ച് കൊണ്ടുപോകും. ഫസ്റ്റ് പ്രൈസ് 40. അങ്ങനെ പറയാൻ പറ്റില്ല. ഇയാള് നക്കിട്ട് 40, 20, 60, കളിക്കല്ലേ. ഇയാളെ നോക്കണല്ലോ, ലോക്ക് ഫിനിഷ് ആക്കാൻ ഇയാളെ നോക്കത്തുള്ളൂ. ഒരു 5K വെച്ചു. MVP കോച്ചടാ. പിന്നെ 20 വേണമെങ്കിൽ ബാക്കിയുള്ള 5 ടീമിന് അല്ലല്ല ബ്രാവോ, ഫസ്റ്റ് പ്രൈസ് 40 വേണ്ട, 50,000 രൂപ കൊടുക്കണം ഫസ്റ്റ് പ്രൈസ്. 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് MVP അങ്ങനെ കൊടുക്കാൻ ഇല്ല ഞാൻ പറയാം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രം കൊടുക്കുക MVP, അത്രയും മതി. 5 വരെങ്കിലും നമുക്ക് ചെറിയൊരു എന്തെങ്കിലും വെക്കണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് MVP അതുപോലെ? അല്ല ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഇപ്പൊ നീ പറഞ്ഞ 50, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 20 25 വരെ പീഡിക്ക് സ്ലോട്ട് കൊടുക്കാം, പീഡിക്ക് സ്ലോട്ട് കൊടുക്കാം, പീഡിക്ക് സ്ലോട്ട് കൊടുക്കാം, പീഡിക്ക് കൊടുക്കാം, പീഡിക്കും കൊടുക്കാം, അക്സെപ്റ്റിംഗ് കൊടുക്കുക. അപ്പോഴത്തേക്ക് സ്ലോട്ട് ഫിൽ ആയിക്കോളും. 30 ആയിക്കോളും. നമുക്ക് രണ്ടാമത്തെ സ്ലോട്ട് കൊടുക്കും. അല്ല അത് കുഴപ്പമില്ല, 30 സ്ലോട്ട് അല്ലേ? കുഴപ്പമില്ല, 18 ടീമിനാണല്ലോ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ടീമുകളും രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് നോക്കാം. എത്ര ടീം രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് നോക്കാം, രജിസ്റ്റർ ചെയ്ത് നോക്കിയിട്ട് ഇതാക്കാം. മിസ്റ്റർ എക്സ് ഇതൊക്കെ കളിക്കുമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് പറഞ്ഞൂടാ. നമുക്ക് നോക്കാം കൈസ്, നമുക്ക് രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് നോക്കാം. പക്ഷെ ആദ്യത്തെ സിറ്റിസൺസിന് സ്ലോട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഡ്മിൻസിന്റെ ഒരു ടീമാണ്. ഈ സിറ്റിസൺസിന് സ്ലോട്ട് കൊടുത്തുള്ള കാര്യം ഞാൻ പറയട്ടെ ഗൈസ്. അപ്പോഴത്തേക്കിനും ചുമ്മാ ഇവിടെ വന്നൊരു വൈറ്റ് ലിസ്റ്റ് എടുത്തിട്ട് സിറ്റിസൺ ആണെന്ന് പറഞ്ഞ് നേരെ വന്ന് കളിക്കും. അത് വേണ്ട. അഡ്മിൻ സ്ലോട്ട് വേണം. ഇത് ആർക്കാ കൊടുക്കും? ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് സ്ലോട്ട് തരാം, നിങ്ങൾ വാ കുറെ പബ്ലിക് മ്യൂസിക് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അല്ല എന്തിനു പറയാൻ, അതെ ഇതിപ്പോ ആർക്കൊക്കെ കൊടുക്കും? അത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു ടീമില് 6 പേര്, 2 സബ്, 4 പ്ലെയർ, 2 സബ്. പക്ഷെ പിന്നെ മാറ്റാൻ പറ്റില്ല, ഉള്ളവരെ മാറ്റി തിരിച്ച് കളിപ്പിക്കുക. നമുക്ക് 2 ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് നേരെ ഫൈനൽ. ബ്ലാക്ക് മാഫിയ എല്ലാരും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ കുറെ ക്ലബ്ബുകൾ കുറെ ഉണ്ട്. നമുക്ക് ആദ്യം ഒരെണ്ണം നടത്താം. നമുക്ക് ഒരെണ്ണം നടത്തി ഒന്ന് സക്സസ് ആവോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്കത് നോക്കി നോക്കാം. എല്ലാവരുടെ ക്രൗഡിന്റെയും എല്ലാവരുടെ അക്സെപ്റ്റബിലിറ്റിയും റെസ്പോൺസും കാണുന്ന ആൾക്കാരുടെ ഇതും എല്ലാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കിയിട്ട് നമുക്ക് വീണ്ടും നടത്താം. മനസ്സിലായ? നമുക്ക് അങ്ങനെ ഒരു ഇത് നടത്താം. അല്ലാതെ ഈ പറയണത് പോലെ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എല്ലാവരെയും കൺസിഡർ ചെയ്ത് നടത്താൻ പറ്റൂല. നമുക്ക് പറഞ്ഞാൽ അല്ലാത്ത ഈ എക്സലൻസിന് പുറത്ത് ഇതാകുമ്പോ കുറച്ച് ഒരു 3 ദിവസം സിറ്റിക്ക് ഒരു റെസ്റ്റും കിട്ടും, ഡീഡോ സ്റ്റഡി ഉണ്ടാവില്ല. ഇതിപ്പോ എന്താ സിറ്റിയുടെ അവസ്ഥ? ഇന്നും 90 പേരെന്താ ഉള്ളു സിറ്റിയില്. ഇപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് അല്ലേ? വീണ്ടും ഉടക്കിയോ? ആണല്ലേ? പിങ് കറക്റ്റ് ആക്കിയോ? പിന്നെ അങ്ങനെ പിങ് സ്പോൺസർ വേണമെങ്കിൽ പറയണേന്ന് മനാഫ് ബ്രോ. I have been watching your stream for 2 years. My regret is not starting earlier much. My only regret is not starting earlier. അയ്യോ ബ്രോ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്നുവെച്ചാൽ ഞാൻ ബ്രോ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എന്താ നേരത്തെ കാണാൻ തുടങ്ങിയില്ല എന്നുള്ള റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. മനാഫ് ബ്രോ സ്പോൺസർ ചെയ്യുവാണെങ്കിൽ പ്രൈസ് പൂള് ഇവിടെ ആയിരിക്കത്തില്ല നിൽക്കുന്നത്, അതാ പ്രശ്നം. നമുക്ക് മറ്റേ GTA പബ്ജിയുടെ കേട്ടോ അങ്ങോട്ട് വലിച്ചു കേട്ടോ, നൈസായിട്ട് അങ്ങോട്ട് വലിച്ചേ. റാംബ്രോ താങ്ക് യു സോ മച്ച്. വനബ്രോ നൈസായിട്ട് അങ്ങോട്ട് വലിച്ചേ ബ്രാവോ കേട്ടാ. നല്ല ചോറ് നമുക്ക് GTA എല്ലാവർക്കും കൊടുക്കാം. അതൊരു കസ്റ്റം സെർവറിൽ നടത്തണം ബ്രാവോ. അത് ഞാൻ പറഞ്ഞുതരാം. $600 ഹോസ്റ്റ് നല്ല ഹോസ്റ്റ് നമ്മുടെ കീഴിൽ നടത്താം. അതിൽ നടത്താം. അപ്പം ആ കീക്ക് ഒരു 64 സ്ലോട്ടിന്റെ മതി. നമുക്ക് 64 സ്ലോട്ടിന്റെ ആവശ്യം വരും. പിന്നെ ആന്റി ഷീറ്റ്
അപ്പം ആന്റിസിറ്റി റണ്ണാണെങ്കിൽ നല്ല സെറ്റ്, നല്ലൊരു അത്യാവശ്യം നല്ലൊരു post. അപ്പൊ ഒരു 5 ലക്ഷം രൂപ സെർവർ മാത്രമാണ് അല്ലേ? മനോഹര ഇപ്പൊ തന്നെ വഴിവെട്ടി ഓടിയിട്ടുണ്ട്, ആളിവിടെ ഇല്ല, മനസ്സിലായ? നല്ല പ്രൈസുകള് ഒരു 3 അടുപ്പിച്ചാവും. 3 ലക്ഷം അയ്യോ. ബ്രോ, ഒരു സെർവറിന് മാത്രം ഒരു 3 ലക്ഷം രൂപ, പിന്നെ ഒരു പ്രൈസ് പൂൾ എല്ലാം കൂടെ ഒരു പ്രൈസ് പൂൾ ചേർത്ത് പ്രൈസ് പൂൾ ചേർത്ത് ചേർത്ത് പ്രൈസ് പൂൾ ചേർത്ത് ഒരു 3 ലക്ഷം രൂപ. ബ്രോ ഇനി ലൈവിലെ വരൂല കേട്ടോ, എന്റെ ലൈവിൽ പോലും വരില്ല പുള്ളിയില്. വഴി ഓടിയത്. Guys, അപ്പൊ എന്നാ ഞാൻ ഇവിടെ നിർത്തിട്ടെ. ഇനിയിപ്പോ സിറ്റി ഇല്ല, ഇവര് അവിടുന്ന് വന്ന സിറ്റിയിൽ കയറാൻ നമുക്ക് പറ്റത്തില്ല. നാളെ സെറ്റാവോ ബ്രോ? അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ ഇവിടെ നിർത്തുക. നാളെ വരാം. സിറ്റി ഡൗണാ, അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം നമുക്ക് RP ഒക്കെ കളിച്ചിട്ട് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ നാളെ വരാം. ഇന്നത്തെ ഡിസ്കോ ട്രോൾസ് റിയാക്ഷൻ കഴിഞ്ഞു. ഞാൻ വേറൊരു കാര്യോട് പറയാം ഗൈസ്, ഇനി നാളെ തൊട്ട് ഡെയിലി ഞാനിരുന്ന് ബാക്കിയുള്ള സാധനങ്ങൾ ഇനി എനിക്ക് റിയാക്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഡിസ്കോഡ് റിയാക്ഷൻസ് ഞാൻ ചെയ്യുന്നതിന് അന്ന് ഇതിനുള്ള റിപ്ലൈകളൊക്കെ കൊടുക്കും. ബാക്കി അപരാധത്തിന്റെയൊക്കെ ആൾക്കാർ വെളിയിലിരുന്ന് അപരാധിക്കുന്നതിന്റെയൊക്കെ ഞാൻ ഡിസ്കോഡ് ട്രോൾസ് റിയാക്ഷൻസ് എന്നൊക്കെ വരുന്നോ അന്ന് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. ഡെയിലി എനിക്ക് ഇതുകൊണ്ടിരിക്കേണ്ട ആവശ്യവും ഗതികേടും ഇല്ല. അതുകൊണ്ട് നാളെ തൊട്ട് നമ്മുടെ RP നോർമൽ ഗെയിമിംഗ് സ്ട്രീംസ് ആയിരിക്കും. ഡിസ്കോ ട്രോൾസ് വരുന്നതിന്റെ അന്ന് ഇന്ന് നമ്മൾ ചെയ്തതുപോലെ ഇതാക്കി കൊടുക്കും. രാനാണ് വിളിക്കുന്നത്. ചാറ്റ് ഇവിടെ ഉണ്ട്. ഓ എന്തിരുന്ന് ചാറ്റ് പോണ നോക്ക്, കാണാൻ വായിക്കാൻ പോലും പറ്റുള്ള. പൊളന്ന് പോണൊന്ന് ചാറ്റ്. ഓ ഓ ഓ ഓ എല്ലാരും കണ്ടില്ല, ഞാൻ ലൈവ് വന്നിട്ട് ഫേസ് ക്യാം ഒന്നും ഇട്ടില്ല. തന്നെ ഹായ് ബൈ ഹായ് ബൈ, അത്രേ ഉള്ളു. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സുഖനിദ്ര, ശുഭനിദ്ര. എടാ ഞാൻ ഇറങ്ങിട്ട് പോയിട്ട് വരാടാ. എല്ലായിടത്തും ജൂടെ കണ്ണാപ്പി, ബോയ്, സാർക്ക്, ലവല, സ്കൈഡാസ്, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ പോയിട്ട് വരാം. എടാ അപ്പൊ ഗൈസ്, അപ്പൊ നാളെ വരാം. നാളെ ലൈവ് ഉണ്ടാവും. ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് നാളെ ലൈവ് എന്തായാലും വരാം. രാത്രിയിൽ ലൈവ് വരാം. അപ്പൊ ബൈ, ടാറ്റ. ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. സുഖനിദ്ര, ശുഭനിദ്ര. See you tomorrow guys. ടാറ്റ.